പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം, 177 എപ്പിസോഡിലേക്ക് ഏവർക്കും കർത്തൃനാമത്തിൽ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആൻറ്റിക്രൈസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചു. നിത്യജീവന്റെ വചനം വിശ്വസിക്കാതെ യേശുവിനെ ഉപേക്ഷിച്ച് പോയവരെല്ലാം എതിർ ക്രിസ്തുക്കൾ ആകുന്നു എന്നാണ് വചനത്തിലൂടെ നാം പഠിച്ചത്. രണ്ടാമതായി, യേശുവിനെ സ്വീകരിക്കാത്തവർ എതിർ ക്രിസ്തുക്കൾ ആകുന്നു എന്നാണ് ഈ എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത്. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു എന്ന നമ്മുടെ മാമോദീസായിലെ വിശ്വാസ പ്രഖ്യാപനം ഇവിടെ ശ്രദ്ധേയമാകുന്നു. 1 യോഹന്നാൻ 4:3 യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ യേശുവിനെ ആരായിട്ടാണ് സ്വീകരിക്കേണ്ടത് എന്ന് നാം പഠിക്കുക. യേശുവിനെ ജഡത്തിൽ വന്ന കർത്താവ് എന്നാണ് നാം സ്വീകരിക്കേണ്ടത്. 2 യോഹന്നാൻ 7 വാക്യം, ഫിലിപ്പിയ ലേഖനം 2:11 വാക്യവും ചേർത്ത് പഠിക്കുമ്പോൾ ഇത് വ്യക്തമാകും. യേശുവിനെ കർത്താവായി സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെതിരെ 1 ലേഖനം 12:3 വ്യക്തമാക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. പെന്തക്കോസ്തുകാർ യേശുവിനെ ജഡത്തിൽ വന്ന കർത്താവെന്ന് സ്വീകരിക്കുന്നില്ല. യേശു സാധാരണ മനുഷ്യനായി ജഡത്തിൽ വരികയും സ്നാനസമയത്ത് പിതാവിന് കർത്താവായി അഭിഷേകം ചെയ്യപ്പെട്ടു എന്നും അവർ വിശ്വസിക്കുന്നു. ഇത് തികച്ചും വേദവിപരീതമാണ്. എന്നാൽ യഹോവയുടെ സാക്ഷികൾ ഒരിക്കലും കർത്താവായി യേശുവിനെ സ്വീകരിക്കുന്നില്ല. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരും എന്ന ഫിലിപ്പിയ ലേഖനത്തിൽ ഉള്ള കർത്തൃവചനം അവർക്ക് വിശ്വാസയോഗ്യമല്ല. ഫിലിപ്പിയ 2:11 ഈ വാക്യം യഹോവയുടെ സാക്ഷികളുടെ വേദപുസ്തകത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 1:1 വചനം ദൈവമായിരുന്നു എന്നതും അവ തിരുത്തി വചനം ഒരു ദൈവമായിരുന്നു എന്ന് മാറ്റിയിരിക്കുന്നു. വചനം ദൈവമായിരുന്നു എന്ന വചനം ഒരു ദൈവമായിരുന്നു എന്ന് മാറ്റിയിരിക്കുകയാണ് യഹോവയുടെ സാക്ഷികൾ. എൻ്റെ ഭവനത്തിൽ 3 വട്ടം യഹോവ സാക്ഷികളുടെ സംഘങ്ങൾ വന്നിട്ടുണ്ട്. 1-ാം വട്ടം വന്നവർ ഉത്തരം മുട്ടിയപ്പോൾ സീനിയേഴ്സിനെ പറഞ്ഞു വിട്ടു. അവരും ഉത്തരം മുട്ടിയപ്പോൾ അവരുടെ പ്രമാണികളെ പറഞ്ഞു വിട്ടു. ഉന്നത വിദ്യാഭ്യാസവും അതിനനുസരണമായി ജോലിയും ഉണ്ടായിരുന്ന 3-4 പേർ പൂർണ്ണസമയം യഹോവയെ സാക്ഷിക്കുവാൻ ഇറങ്ങിയിരിക്കുന്നു. നല്ലത് തന്നെ. 2 മണിക്കൂറോളം അവരുമായി സംസാരിച്ചു. എൻ്റെ അവസാനത്തെ ചോദ്യം, നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് അവരുടെ മറുപടി. സംശയമെന്നെ അവരത് ഉറപ്പിച്ചു പറയുന്നു, ഇല്ല. അപ്പോൾ 2 യോഹന്നാൻ 7 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു കേൾപ്പിച്ചു. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവർ ആകുന്നെന്ന വചനം വായിച്ചു. പരിശുദ്ധാത്മാവിൽ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് സ്വീകരിപ്പാൻ കഴിയയില്ല. 1 കൊരിന്ത്യർ 12:3 എഴുതിയിരിക്കുന്ന തിരുവചനവും വായിച്ചു കേൾപ്പിച്ചു. ആയതിനാൽ നിങ്ങൾ എതിർ ക്രിസ്തു ആൻറ്റിക്രൈസ്റ്റുകളാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയും അവിടെ സംസാരം അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് എന്നെ തേടി വന്നിട്ടില്ല. വിശ്വാസികളെ തെറ്റിക്കുവാനായി യഹോവ സാക്ഷികൾ വരുമ്പോൾ ആദ്യമേ ചോദിക്കുക, നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നുണ്ടോ എന്ന്. ഇല്ല എന്ന് അവർ പറയും. അപ്പോൾ എതിർ ക്രിസ്തുക്കളോട് സംസാരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുക. ഇതാണ് നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത്. ഇത്രയും ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. സ്നേഹിക്കപ്പെട്ടവരെ, ഈ എപ്പിസോഡ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വിശ്വാസ വിപരീതത്തിൽ കഴിയുന്നവർക്കായി ഇത്
അയച്ചു കൊടുക്കുക, ഒന്ന് ഷെയർ ചെയ്യുക. പത്രോസ് ബൈബിൾ സ്റ്റഡി ഫോറം കഴിയുന്ന എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യുകയും മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ ഈ പഠന പദ്ധതിയെ എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. തന്നെ കോട്ടച്ചൻ.